ഒരു ഗ്രാമത്തിൽ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് നടത്തുന്ന ഒരാളാണ് നമ്മുടെ ഹീറോ. ഒരിക്കൽ ഈ റെസ്റ്റോറൻറ്റിലേക്ക് ഹീറോയെ തേടിയിട്ട് ഒരു വലിയ ഗാങ്സ്റ്റർ വരുന്നുണ്ട്. വളരെ പാവത്താനായ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് നടത്തുന്ന ഒരാളെ തേടിയിട്ട് എന്തിനാണ് ഒരു വലിയ ഗാങ്സ്റ്റർ വരുന്നത്? അതോ ഇനി ആ ഗാങ്സ്റ്ററിന് ആൾ മാറിപ്പോയോ? അതോ നമ്മുടെ ഹീറോ അത്ര പാവത്താനൊന്നും അല്ലേ? സോ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ്റെ ആൻസറുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഈ പടത്തിൻ്റെ തുടക്കത്തിൽ രണ്ടുപേരെ കാണിക്കുന്നുണ്ട്. ഇതിൽ കറുത്ത കോട്ട് ധരിച്ച ആളാണ് ബില്ലി, മറ്റവൻ ഫ്രാങ്ക്. തൻ്റെ കയ്യിലുള്ള ബാഗ് കാറിലേക്ക് വെച്ച ശേഷം നീ വണ്ടി മുന്നോട്ടെടുക്ക്, ഞാൻ റൂമിൽ ചെക്കൗട്ട് ചെയ്തു വരാം എന്ന് പറഞ്ഞുകൊണ്ട് ബില്ലി ആ ഹോട്ടലിലേക്ക് കയറി പോകുന്നുണ്ട്. ഇങ്ങനെ കയറിപ്പോയ ബില്ലി കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നുമുണ്ട്. ബില്ലി തിരിച്ചു വന്നപ്പോൾ വല്ലാത്ത ദാഹം, ഞാൻ കുറച്ച് വെള്ളം കുടിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രാങ്ക് വീണ്ടും അതേ ഹോട്ടലിലേക്ക് കയറി പോവുകയാണ്. ഇങ്ങനെ കയറിപ്പോയ ഫ്രാങ്ക് കണ്ടത് അവിടെയുള്ള ഹോട്ടൽ ജീവനക്കാരെല്ലാം കൊല്ലപ്പെട്ട നിലയിലായിരുന്നു. സോ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ, റൂമിൽ ചെക്കൗട്ട് ചെയ്തു വരാം എന്ന് പറഞ്ഞ ബില്ലി ക്യാഷ് കൊടുക്കാതെ അവിടെയുള്ള വർക്കേഴ്സിനെ എല്ലാം കൊന്നുകൊണ്ടാണ് തിരിച്ച് മടങ്ങി വന്നത്. എന്നാൽ ഇത് കണ്ട ഫ്രാങ്കിന് അത്ര വലിയ അന്തായ്പൊന്നും തോന്നിയില്ല. കാരണം ബില്ലിയും ഫ്രാങ്കും അവിടുത്തെ പേര് കേട്ട കുറ്റവാളികളായിരുന്നു. അങ്ങനെ ഫ്രാങ്ക് ഹോട്ടലിൽ കയറി വെള്ളം എടുക്കുന്നതിനിടെ ഒരു റൂമിൻ്റെ ഡോറ് തുറന്നുകൊണ്ട് ഒരു ചെറിയ പെൺകുട്ടി അവിടേക്ക് വരുന്നുണ്ട്. അവൾ വന്നുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മക്കും എന്താണ് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ ഫ്രാങ്ക് അവളോട് മിണ്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ അങ്ങ് കൊന്നു കളയുന്നുണ്ട്. അടുത്ത സീനിൽ ഒരു ഫാമിലിയെ കാണിക്കുന്നുണ്ട്. ഇവൻ്റെ പേരാണ് ടോം. ഇവനാണ് നമ്മുടെ ഹീറോ. ഇവൻ്റെ ഭാര്യയാണിത്. ഇവളുടെ പേര് എഡ്ഡി. ഇവർക്ക് 2 മക്കളാണ്. മൂത്ത ആളുടെ പേര് ജാക്ക്, ചെറിയ കുട്ടിയുടെ പേര് സാറ. അങ്ങനെ അന്ന് രാത്രി സാറ ഒരു സ്വപ്നം കണ്ടുകൊണ്ട് പെട്ടെന്ന് നെറ്റി നിലവിളിച്ച് എണീക്കുകയാണ്. ഈ നിലവിളി കേട്ടുകൊണ്ട് ടോം അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. അത് വന്നുകൊണ്ട് എന്താ മോളെ, സ്വപ്നം കണ്ടോ? അതേ അച്ഛ, ഞാനിന്ന് ഒരു മോൺസ്റ്ററിനെ സ്വപ്നം കണ്ടു. മോളെ, മോൺസ്റ്ററൊക്കെ എന്നത് വെറും ഒരു കള്ളം മാത്രമാണ്, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ടോം അവളെ സമാധാനിപ്പിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ട് ജാക്കും എഡിയും അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് അവരെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാൻ നേരത്ത് ജാക്ക് അങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട്. ആ സമയത്ത് എടാ കൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ടോം എന്തോ ഒരു ഭക്ഷണം ജാക്കിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ അച്ഛ, ഞാൻ സ്വയം വിളമ്പിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ജാക്ക് അത് വാങ്ങി കഴിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ കുറച്ചു നേരം സംസാരിച്ചുകൊണ്ട് ജാക്കിൻ്റെ സ്കൂളിലേക്ക് പോവുകയാണ്. ടോം നേരെ തൻ്റെ റെസ്റ്റോറൻറ്റ് ഓപ്പണാക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് അവിടെയുള്ള ആളുകൾക്ക് ടോമിനോട് ഭയങ്കര കാര്യമാണ്. ബിക്കോസ് ടോം അങ്ങനെയാണ് അവിടെയുള്ള എല്ലാവരോടും പെരുമാറാറ്. എല്ലാവർക്കും ടോമിനെ ഭയങ്കര ഇഷ്ടമാണ്. ടോമിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഇവൻ്റെ പേരാണ് മിക്ക്. ടോം റെസ്റ്റോറൻറ്റിലേക്ക് കയറിയപ്പോൾ അവിടെ പ്രായമായ ഒരാളുണ്ടായിരുന്നു. അയാൾ ടോമിനോട് ഹേ ടോം, ഈ ഡേറ്റിങ്ങിന് പോകുന്നത് തെറ്റാണെന്നാണ് മിക്ക് പറഞ്ഞത്, അത് ശരിയാണോ? ഇത് കേട്ട ടോം ഏയ് അങ്ങനെയൊന്നുമില്ല, ഞാൻ ഒരാളെയാണ് പ്രേമിച്ചത്, അവളെ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചതും. ഇത് കേട്ട മിക്ക് പറയുന്നുണ്ട്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു പെൺകുട്ടിയുമായി ഡേറ്റിങ്ങിന് പോയി. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. രാത്രി ഉറങ്ങുന്ന നേരത്ത് അവൾ ഒരു ഫോർക്ക് കൊണ്ട് എൻ്റെ നെഞ്ഞത്തേക്ക് കുത്തി. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അവളൊരു സൈക്കോ ആയിരുന്നു എന്ന്. ഇത് കേട്ട ടോം മിക്കിനോട് ചോദിക്കുന്നുണ്ട്, എന്നിട്ട് നീ അവളെ ബ്രേക്കപ്പ് ചെയ്തോ? ഹേ ഇല്ല, അവളെ ഞാൻ ഒഴിവാക്കിയാൽ അവൾ എന്നെ കൊല്ലും, അതുകൊണ്ട് ഞാൻ അവളെ അന്ന് കല്യാണം കഴിച്ചു. അവൾ ഇപ്പോൾ എൻ്റെ ഭാര്യയാണ് എന്നാണ് മിക്കതിനെ മറുപടി കൊടുത്തത്. ഇത് കേട്ട ടോമും അവിടെ ഉണ്ടായിരുന്ന ആ പ്രായമായ ആളും ഒരുമിച്ച് ചിരിക്കുന്നുണ്ട്. അടുത്ത സീനിൽ ജാക്കിൻ്റെ സ്കൂൾ കാണിക്കുന്നുണ്ട്. അവർ ഒരു ഗ്രൗണ്ടിൽ കളിക്കുകയാണ്. ഇവൻ്റെ പേരാണ് ബോബി. ഇവൻ ആ സ്കൂളിൽ കുറച്ച് അഹങ്കാരം പിടിച്ച പയ്യനാണ്. അവൻ ആ ബോള് വളരെ ശക്തിയായി ആഞ്ഞടിക്കുന്നുണ്ട്. സോ ആ സമയത്ത് ആ ബോൾ അങ്ങനെ ഒരുപാട് ഉയരത്തിൽ പൊന്തി പോകുന്നുണ്ട്. സോ ഞങ്ങൾ ജയിച്ചു എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ജാക്ക് ബോബി അടിച്ച ആ ബോള് പിടിക്കുന്നുണ്ട്. സോ ജാക്ക് ആ ബോൾ പിടിച്ചപ്പോൾ ബോബിയുടെ ടീം ആ കളിയിൽ തോറ്റ് പുറത്തു പോവുകയായിരുന്നു. ഇതിന് ശേഷം ജാക്കിനോട് പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് ബോബി അവൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവൻ്റെ അടുത്തേക്ക് പോയിട്ട് ഹേ ജാക്ക്, നീ എന്ത് ധൈര്യവാനാണ്, നീ എൻ്റെ ക്യാച്ച് പിടിച്ചു, നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങളുടെ ടീം തോറ്റത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇത് കേട്ട ജാക്ക് ഹേയ് ബോബി, നീ എന്താണ് പറയുന്നത്, നിനക്ക് തലക്ക് സുഖമില്ലേ? ഒരു കളിയാകുമ്പോൾ അങ്ങനെയാണ്, ഒരു ടീം തോൽക്കും ഒരു ടീം ജയിക്കും,
ശരി, നിനക്ക് ജയിക്കണോ? അതാണോ വേണ്ടത്? എല്ലാവരും കേൾക്കൂ, ബോബി ജയിച്ചു കേട്ടോ, ബോബിയുടെ ടീമാണ് ജയിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ അങ്ങ് കളിയാക്കുകയാണ്. അന്ന് രാത്രി ബില്ലിയും ഫ്രാങ്കും ടോമിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട്. അവർ നേരെ വന്നുകൊണ്ട് 2 ബിരിയാണിക്ക് ഓർഡർ ചെയ്തു. എന്നാൽ സർ, ഞങ്ങൾ ഹോട്ടൽ അടച്ചു കഴിഞ്ഞു, ഇവിടുത്തെ ഭക്ഷണമെല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു ടോമിൻ്റെ മറുപടി. ഇത് കേട്ട ബില്ലി, നീ എന്താടാ ഞങ്ങളെ പൊട്ടനാക്കുകയാണോ? മര്യാദക്ക് ഞങ്ങൾക്കൊരു കോഫി താ, ബാക്കി പിന്നെ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടു. ഇത് കേട്ട ടോം വളരെ സമാധാനത്തോടെ അവർക്കുള്ള കോഫി ഉണ്ടാക്കാൻ തുടങ്ങി. ഈ സമയത്ത് ടോമിൻ്റെ ഒരു ജോലിക്കാരി അങ്ങോട്ട് വരുന്നുണ്ട്. അവളെ കണ്ട ബില്ലിയും ഫ്രാങ്കും ഓരോന്ന് പറയാൻ തുടങ്ങി. ഇത് മനസ്സിലാക്കിയ ടോം അവളോട്, നീ തൽക്കാലത്തേക്ക് വീട്ടിൽ പൊക്കോ, ഞാൻ കട അടച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അവൾ പുറത്തു പോകാൻ നേരത്ത്, ഞങ്ങൾ 2 കസ്റ്റമേഴ്സ് ഇവിടെ നിൽക്കുമ്പോൾ നീ അങ്ങനെ പോകാൻ പാടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രാങ്ക് അവളെ കയറി പിടിക്കുന്നുണ്ട്. ഇത് കണ്ട് ചോദിക്കാൻ ചെന്ന ടോമിൻ്റെ നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട്, മര്യാദക്ക് നിന്റെ കയ്യിലുള്ള പണമെല്ലാം എടുക്ക്, അല്ലെങ്കിൽ കൊന്നു കളയും ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ്. ഇത് കണ്ട് അവിടെയുള്ള മറ്റു കസ്റ്റമേഴ്സ് എല്ലാം പേടിച്ചുകൊണ്ട് അലറി വിളിക്കുന്നുണ്ട്. എന്നാൽ ടോം വളരെ സൈലൻ്റായിട്ട് സമാധാനത്തോടെ അവനെ അങ്ങ് നോക്കുകയാണ്. ഇത് കണ്ട ബില്ലി, നിനക്കെന്താടാ പേടിയില്ലേ? നിന്നെ എങ്ങനെയാണ് പേടിപ്പിക്കേണ്ടത് എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട്, ഡാ ഫ്രാങ്കെ, നീ അവളെ അങ്ങ് കൊന്നേക്ക് എന്ന് പറയുകയാണ്. ഈ സമയത്ത് ടോം തൻ്റെ കയ്യിലുള്ള ആ കോഫി പാത്രം എടുത്തുകൊണ്ട് ബില്ലിയുടെ മുഖത്തേക്ക് ആഞ്ഞടിക്കുകയാണ്. പെട്ടെന്നുണ്ടായ ഈ ഒരു അടിയിൽ ബില്ലിയുടെ കയ്യിലുള്ള ഗണ്ണ് തെറിച്ചു പോവുകയും ആ ഗണ്ണ് ടോം കൈക്കലാക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ ആ ഗണ്ണെടുത്തുകൊണ്ട് നേരെ ഫ്രാങ്കിനെ വെടിവെച്ചു. ഉടനെ തന്നെ ഫ്രാങ്ക് അവിടെ മരിച്ചു വീണു. ഈ സമയത്ത് ബില്ലി തൻ്റെ കാലിൽ നിന്ന് ഒരു കത്തി എടുത്തുകൊണ്ട് ടോമിൻ്റെ കാലിൽ ആഞ്ഞു കുത്തുകയാണ്. ടോമിന് വേദനിച്ചു എങ്കിലും ഉടനെ തന്നെ ടോം ബില്ലിയുടെ നേർക്കും വെടിവെക്കുകയാണ്. അങ്ങനെ ബില്ലിയും അവിടെ മരിച്ചു വീണു. ബില്ലിയും ഫ്രാങ്കും ആ നാട്ടിലെ അറിയപ്പെടുന്ന കൊടും കുറ്റവാളികൾ ആയതിനാൽ ഈ വാർത്ത വളരെ പെട്ടെന്ന് എല്ലാവരും അറിഞ്ഞു. പോലീസുകാരും വാർത്താ ചാനലുകളും ജനങ്ങളുമെല്ലാം അവിടേക്ക് ഓടിയെത്തി. ടോം കൊലപ്പെടുത്തിയത് ആ നാട്ടിലെ കൊടും കുറ്റവാളികളെ ആയതിനാൽ ജനങ്ങൾക്കെല്ലാം അവനൊരു ഹീറോ ആയി മാറി. പിന്നീട് കുറച്ച് ദിവസം അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ കടന്നുപോയി. എന്നാൽ ഒരു ദിവസം ആ റെസ്റ്റോറൻറ്റിലേക്ക് ഒരു വലിയ ഗാങ്സ്റ്റർ വരുന്നുണ്ട്. ആ ഗാങ്സ്റ്ററിൻ്റെ പേരാണ് ഫ്രാങ്ക്ലി. ഫ്രാങ്ക് നേരെ ടോമിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട്, ഹേ ജോയ്, നിനക്ക് എന്നെ അറിയില്ലേ, എനിക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് താ എന്ന് പറയുകയാണ്. ഇത് കേട്ട് ടോം, അയ്യോ സാറേ, എൻ്റെ പേര് ടോം, ഞാനൊരു റെസ്റ്റോറൻറ്റ് നടത്തുന്നു എന്ന് തിരിച്ച് മറുപടി പറയുകയാണ്. ഇത് കേട്ട ആ ഗാങ്സ്റ്റർ, ശരി, നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായില്ല അല്ലേ, ഇപ്പോൾ മനസ്സിലാകും എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ മുഖത്തുള്ള ആ കണ്ണാടി ഊരി മാറ്റുകയാണ്. ആ സമയത്ത് ഗാങ്സ്റ്ററിൻ്റെ ഒരു കണ്ണ് ആരോ അടിച്ച് പൊളിച്ചിട്ടുണ്ട്. ഇത് കണ്ട ടോം, സർ, എൻ്റെ പേര് ടോം എന്നാണ്, ജോയ് അല്ല, നിങ്ങൾക്ക് ആൾ മാറിപ്പോയി കാണും എന്ന് തിരിച്ച് മറുപടി കൊടുക്കുന്നു. ഇത് കേട്ട് ആ ഗാങ്സ്റ്റർ വീണ്ടും പറയുന്നുണ്ട്, എനിക്ക് നീ ആരാണെന്നും എന്താണെന്നും അറിയാം ജോയ്, നീ ടോം അല്ല ജോയ് ആണെന്നും എനിക്കറിയാം. ഇത് കേട്ടുകൊണ്ട് ടോമിൻ്റെ ഭാര്യയായ എഡ്ഡി അങ്ങോട്ട് വരുന്നുണ്ട്. അവൾ നേരെ അങ്ങോട്ട് വന്നുകൊണ്ട്, സർ, ഞങ്ങൾ ഇവിടെ വളരെ സന്തോഷത്തോടെയാണ് കഴിയുന്നത്, നിങ്ങൾ ആരാണെന്നും എന്താണെന്നും എനിക്കറിയാം, എൻ്റെ ഭർത്താവിനെ അറിയുന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിക്കാനില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട ഗാങ്സ്റ്റർ വളരെ പുച്ഛത്തോടെ തൻ്റെ പോക്കറ്റിൽ നിന്നും കുറച്ച് ക്യാഷ് എടുത്തുകൊണ്ട് ആ ടേബിളിൽ വെക്കുന്നുണ്ട്. അവിടെ വെച്ചുകൊണ്ട്, ഹേ ജോയ്, ഞാൻ ആരാണെന്നും നിനക്കറിയാം, ഞാൻ എന്തിനാണ് ഇവിടെ വന്നതെന്നും നിനക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ആ റെസ്റ്റോറൻറ്റിൽ നിന്നും ഇറങ്ങി പോവുകയാണ്. ശരിക്കും ആരാണ് ഈ ജോയ്? ടോമും ജോയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇനി ടോം തന്നെയാണോ ജോയ്? എന്താണ് ടോമും ജോയും ഈ ഗാങ്സ്റ്ററും തമ്മിലുള്ള ബന്ധം? ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ വണക്കം, ബൈ ബൈ.